നമസ്കാരം, ഞാൻ ഡോക്ടർ തസ്ലീന. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ബബിൾ ടീയെക്കുറിച്ചാണ്. ബബിൾ ടീ അല്ലെങ്കിൽ ബോബ ടീ ഇന്ന് ഏറെ ജനപ്രിയമായ പാനീയമാണ്. പക്ഷേ അതിൻ്റെ അധികമായ ഉപയോഗം ആരോഗ്യത്തിന് ചില പ്രതികൂല ഫലങ്ങൾ ഉണ്ടാക്കാം. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായി, എന്താണ് ബബിൾ ടീ? ബബിൾ ടീ എന്നത് സാധാരണയായി ചായ, പാൽ, പഞ്ചസാര കൂടാതെ ടപ്പിയോക്ക പർലുകൾ ചേർന്നുണ്ടാക്കുന്ന ഒരു മധുര പാനീയമാണ്. ബബിൾ ടീയുടെ ദോഷഫലങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഇതിൽ അമിതമായ പഞ്ചസാര കാണാറുണ്ട്. ബബിൾ ടീയിൽ വളരെയധികം പഞ്ചസാര അടങ്ങിയിരിക്കുന്നു. ഇത് ശരീരത്തിന് അമിതഭാരം, ടൈപ്പ് 2 ഡയബറ്റിസ്, പല്ല് പ്രശ്നങ്ങൾ എന്നിവയുണ്ടാക്കാം. ഒരു ഗ്ലാസ് ബബിൾ ടീയിൽ ചിലപ്പോൾ 300 മുതൽ 500 വരെ കലോറി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഭാരം കൂടലിന് ഇതൊരു കാരണമാകും. ഇതിൽ കലോറി കൂടുതലായതിനാൽ സ്ഥിരമായി കുടിച്ചാൽ ഭാരം വേഗത്തിൽ കൂടും. പിന്നീട് ഹൃദ്രോഗങ്ങൾക്കും കാരണമാകാം. ദഹന പ്രശ്നങ്ങൾ. ടപ്പിയോക്ക പർലുകൾ ജീർണിക്കാൻ കഠിനമാണ്. അതുകൊണ്ട് തന്നെ വയറുവേദന, മലതടസ്സം, വയറുവീക്കം എന്നിവയുണ്ടാകാം. ഗ്യാസിൻ്റെ പ്രശ്നങ്ങളും ഇത് കാരണം ഉണ്ടാകാം. കൃത്രിമമായ ഘടകങ്ങൾ, അതായത് ബബിൾ ടീയിൽ പലപ്പോഴും ആർട്ടിഫിഷ്യൽ ഫ്ലേവേഴ്സും കളേഴ്സും പ്രിസർവേറ്റീവും ഉണ്ടാകാം. ദീർഘകാല ഉപയോഗം ശരീരത്തിൽ വിഷാംശം കൂടാനും അലർജി പ്രശ്നങ്ങൾ വരാനും കാരണമാകും. ചായയിലുള്ള കഫെയിൻ കാരണം ഉറക്കക്കുറവ്, ഉത്കണ്ഠ, ഹൃദയമിടിപ്പ് കൂടുക എന്നീ പ്രശ്നങ്ങളുണ്ടാകും. ബബിൾ ടീയിൽ ന്യൂട്രിഷൻ വളരെ കുറവാണ്, പക്ഷേ കലോറീസ് കൂടുതലാണ്. ഇതിനെ എംപ്റ്റി കലോറീസ് എന്ന് പറയുന്നു. കുട്ടികൾക്ക് ഇത് അപകടകരമാണ്. കുട്ടികൾ ബബിൾ ടീ അധികം കുടിച്ചാൽ അമിതഭാരം, പല്ല് നശിക്കൽ, ഷുഗർ അഡിക്ഷൻ എന്നിവയുണ്ടാകാം. ആഴ്ചയിൽ ഒരു പ്രാവശ്യം മാത്രമോ അതോ അതിലും കുറവോ കുടിക്കുന്നതാണ് നല്ലത്. മധുരം കുറച്ച് അല്ലെങ്കിൽ നോ ഷുഗർ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ടോപ്പിംഗ്സ്, ഈ ടപ്പിയോക്കയുടെ പേൾസ് കുറയ്ക്കുന്നതാണ് നല്ലത്. ബബിൾ ടീ ഉപേക്ഷിച്ച് പകരം ഫ്രഷ് ജ്യൂസും ടെൻഡർ കോക്കനട്ട് വാട്ടർ, ഗ്രീൻ ടീ തുടങ്ങിയവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതാണ് കുറച്ചുകൂടെ ആരോഗ്യകരം. ബബിൾ ടീ രുചികരമാണെങ്കിലും അതിൻ്റെ അമിതമായ ഉപയോഗം ആരോഗ്യത്തിന് ഹാനികരമാണ്. പ്രത്യേകിച്ച് ഷുഗർ കണ്ടന്റ് കൂടുതലായതിനാൽ ഭാരം കൂടുതൽ, ഡയബറ്റിസ്, ദഹന പ്രശ്നങ്ങൾ തുടങ്ങിയ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്.